this is Karthikeyan and welcome back to my channel Karthikeyan 3. Guys, അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മോട്ടോൻ്റെ പുതിയ മോട്ടറോള G96 ആണ്. ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അമ്മക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങിച്ചൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഈ സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഒരു ഇനിഷ്യൽ റിവ്യൂ, നമ്മളൊരു ഫുൾ റിവ്യൂ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഫുൾ റിവ്യൂ 1 month നല്ലോണം യൂസേജ് എന്തൊക്കെയൊക്കെയാണെന്ന് പറയാം. ഇത് ജസ്റ്റ് ഇനിഷ്യൽ റിവ്യൂ, ജസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ്. ഞാൻ പെർഫോമൻസ് അധികം അങ്ങനെ ടെസ്റ്റ് ചെയ്യിച്ചില്ല. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യിച്ച് എല്ലാം ജയിച്ച് ഞാൻ പറയാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സിൽ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവർ തന്നെ അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ആദ്യം തന്നെ ബോക്സിൽ നമുക്ക് എന്തൊക്കെയൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഗായ്സ്, അപ്പോൾ ആദ്യം തന്നെ ഈ സംഭവമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ എന്താ, കുറച്ച് പേപ്പർ വർക്ക്സും സിമജറ്റിങ് ടൂളും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ വേറൊരു സാധനം കൂടെ തന്നിട്ടുണ്ട്. ഇത് സംഭവം എന്ന് ചോദിച്ചാൽ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇടുമല്ലോ, ഈ തേർഡ് പാർട്ടി സ്ക്രീൻ പ്രൊട്ടക്ടർ ഓൾറെഡി കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ പ്രൊട്ടക്ടർ ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യും അതിന് ഇടുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ അത് ഈ സ്പീക്കറിലും ഈ ചാർജിങ് ബോർഡിലും എവിടെയും കയറാണ്ടൊക്കെ കണ്ടിച്ച് അതൊരു വാറൻറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സീലിംഗ് ടാപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ സംഭവം. അപ്പോൾ ബാക്കി പിന്നെ ചാർജറും USB A to Type-C ആണ്, USB A to Type-C ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷനാണ് കൂടുതൽ കിടക്കുന്നത്. വെച്ചാൽ നമ്മൾ എപ്പോഴും സ്പെസിഫിക്കേഷൻ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ ഫോൺ ഓൺ ഹാൻഡ്സ് ആണ്, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫോണെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ ഫോൺ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്ന സംഭവം എന്ന് വെച്ചാൽ ബ്ലോട്ട് വേഴ്സ്, ക്യാൻഡി ക്രഷ്, ലിങ്ക്ഡിൻ, ബബിൾ ഷൂട്ടേഴ്സ്, പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ ആപ്സൊക്കെ വന്നു, എന്തോ ബാങ്കിങ് ആപ്സ് അങ്ങനത്തെ ഒക്കെ. നമ്മൾ ജസ്റ്റ് കുറേ. അപ്പോൾ ഞാൻ മോട്ടറോളയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. കാരണം മോട്ടറോള ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ക്ലോസ് അയച്ച സംഭവമാണ്. നമ്മൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ പ്യുവർ ആൻഡ്രോയിഡ്, വേറെ എക്സ്റ്റേണൽ സംഭവങ്ങളൊന്നും ഇപ്പോൾ റെഡ്മീനെ പോലെ MIUI അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ റിയൽമിനെ പോലെ റിയൽമി UI അല്ലെങ്കിൽ One UI അങ്ങനത്തെ സംഭവം. ജസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ്, പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് അതാണ് ലഭിച്ചു. പിന്നെ മോട്ടറോളേൻ്റെ കുറച്ച് ആപ്സൊക്കെ ഉണ്ട്, അത് ഓക്കെ. പക്ഷേ ഈ ഗെയിംസും ചില ബ്ലോട്ട്വെയർസും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ സംഭവം എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. അടിപൊളി ഡിസ്പ്ലേ ആണ്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ്, അതാണ് ചുറ്റല് കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. കേർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്. ആക്സിഡൻ്റൽ ടച്ചസ് ഒന്നും ഇതുവരെ വന്നിച്ചില്ല, ഇനി വരുമോയെന്ന് അറിയില്ല. കുറേ യൂസ് ചെയ്തെല്ലാം മനസ്സിലാവും ഇനി ആക്സിഡൻ്റൽ ടച്ചസ് ഒക്കെ വരുമെന്ന്. പിന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഭവിച്ചാൽ അടിപൊളി ബാക്കാണ്. ബാക്ക് നല്ല രസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എക്കോ ലെതറാണ് ഇതിൻ്റെ ബാക്ക്. അപ്പോൾ നല്ലൊരു പ്രീമിയം ഫിനിഷാണ്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ്. ഫ്രെയിം പ്ലാസ്റ്റിക്, നമ്മൾ ആദ്യം വിചാരിക്കും അലൂമിനിയം ഫ്രെയിമാണ്, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ്. പിന്നെ നമ്മൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കേർവ് ഡിസ്പ്ലേ ആണ്, POLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ല HDR കണ്ടൻസ് ഒക്കെ അടിപൊളി തന്നെ കാണുന്നുണ്ട്. പിന്നെ 1600 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് അവർ ഓൾറെഡി പറഞ്ഞു. HDR കണ്ടൻസ് ഒക്കെ കാണുമ്പോൾ നോർമൽ ബ്രൈറ്റ്നസ് എത്രയാണെന്ന് ഞാൻ നോക്കിച്ച് കണ്ടില്ല. പിന്നെ സംഭവം വെച്ചാൽ 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ ഫോൺ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ജസ്റ്റ് 120 ഇട്ട് ചെയ്യാം. 144 നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ വല്ല ഇട്ടാൽ മതി. എല്ലാം നിങ്ങൾ 120 Hz വെച്ച് ചെയ്യുക. കാരണം 144 Hz സംബന്ധിച്ചാൽ ഭയങ്കര ബാറ്ററി കൺസംഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ 144 Hz ഡെയിലി യൂസ് ചെയ്താൽ പെട്ടെന്ന് ബാറ്ററി വരും. അപ്പോൾ 120 Hz അതന്നെ സ്മൂത്താണ്, നല്ല സ്മൂത്താണ്. ആദ്യം ഞാൻ സെറ്റപ്പൊക്കെ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് ക്രാഷ് ഔട്ടായി. അത് ഈ മോട്ടറോളേൻ്റെ ഫസ്റ്റ് കുറച്ച് ബഗ്സൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് അവർ ഫിക്സ് ചെയ്യണം. പിന്നെ ആദ്യം ക്രോം യൂട്യൂബൊക്കെ പെട്ടെന്ന് ക്രാഷായി, പിന്നെയും ഓപ്പൺ ആയി, പിന്നെയും ക്രാഷായി. പിന്നെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കിയപ്പോൾ പിന്നെ എല്ലാം റെഡിയായി. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നും, നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയാണ്.
നല്ല സ്മൂത്താണ്. വേറെ ഞാൻ ഗെയിംസൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇതിൻ്റെ അകത്തുള്ള പെർഫോമൻസ് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള. ബാക്കി കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ മോട്ടോറോളേൻ്റെ ബഗ്സ് ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ വേറെ ഇഷ്യൂ കണ്ടതെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണിൽ ഇത് POLED ആണ്, വെച്ചാൽ AMOLED തന്നെയാണ്. AMOLED ഇതാ സെയിം ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഞാൻ എവിടെ നോക്കി കണ്ടിട്ടില്ല. സെറ്റിങ്സിൽ കുറേ സെർച്ച് ചെയ്ത്, കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത്, പക്ഷേ ഇതിൻ്റെ അകത്ത് മാത്രമേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കുറേ സെറ്റിങ്സിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, എവിടെയും കണ്ടിട്ടില്ല. അവസാനം ഞാൻ ഒരു തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിച്ചാണ് ഇപ്പോൾ നല്ലൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നത്. പക്ഷെ അതും കുറച്ച് കഴിയുമ്പോൾ ഓഫായി പോകും, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതൊരു ബഗ്ഗാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ മോട്ടോറോള ജസ്റ്റ് ഫിക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കാര്യം എനിക്കറിയില്ല, ഇതുവരെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം അപ് ടു ഡേറ്റ് തന്നെയാണെന്ന് പറയുന്നത്. ഇതുവരെ അപ്ഡേറ്റ്സ് ഒന്നും വരും. അവർ പറഞ്ഞു 1 വർഷം ഗ്യാരണ്ടി വെച്ചേ ഉള്ളൂ. ആൻഡ്രോയിഡ് 16 കിട്ടും, 17 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ്രോയിഡ് 15 ആണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത്, അത് നല്ലത് തന്നെ. പിന്നെ അടുത്ത നമ്മൾ ക്യാമറയിലേക്ക് അടുക്കുകയാണെങ്കിൽ ക്യാമറ അടിപൊളിയാണ്, അത് പറയാനുള്ളത്. ക്യാമറ നല്ല ക്യാമറ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കാം, ഫോട്ടോസൊക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് ഫോട്ടോസിൻ്റെ സ്റ്റഡിയൊന്നും നടത്തുന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് ഫുൾ റിവ്യൂ ചെയ്യാം അതിൻ്റെ പെർഫോമൻസ് പ്ലസ് എല്ലാം ടെസ്റ്റ് ചെയ്യിച്ചുള്ള. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തൊക്കെ നല്ല ഇത് തന്നെയാണ്. എന്താ പറയുക, വേറൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഇതുണ്ടല്ലോ, ഈ ഓപ്പോൻ്റെയും വിവോൻ്റെ ഒക്കെ പോലെ കുറച്ച് കളർ എടുത്ത് കാണിക്കുന്നുണ്ട്. നാച്ചുറലല്ല, ഒരിക്കലും നാച്ചുറലല്ല. കാരണം വെച്ചാൽ നല്ല കളർ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഞാൻ കാണിച്ചത് കുറച്ച് ബുദ്ധൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചത്, അതൊക്കെ നല്ല ബ്രൈറ്റാണ്. നിങ്ങൾ ഇത്ര ബ്രൈറ്റ് ആയിരുന്നില്ല, നമ്മൾ റിയൽ കാണുമ്പോൾ ഇത്ര ബ്രൈറ്റ് ഒന്നുമല്ല. ഇത് ഇതിൻ്റെ അകത്ത് എടുക്കുമ്പോൾ നല്ല ബ്രൈറ്റാണ്. നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഇതെല്ലാം റെഡിക്കും. ഒരു ഓവർ സാച്ചുറേറ്റഡ് ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ എന്നാലും നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇനി അങ്ങനത്തെ ഫോട്ടോസാണ് ഹ്യൂമൻസിനൊക്കെ കൂടുതൽ അങ്ങനത്തെ ഫോട്ടോസാണ് ഇഷ്ടം. കാരണം വെച്ചാൽ ജസ്റ്റ് ഒരു ഡൾ ലൈറ്റിംഗ് അയച്ചാൽ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ 1080p വീഡിയോ കാണിച്ചത് 1080 60 FPS വീഡിയോ, അത് നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഓരോട്ട് 50 MP മെയിൻ ക്യാമറ, 8 MP അൾട്രാ വൈഡ് ക്യാമറയാണ് ലഭിക്കുന്നത്. അപ്പോൾ 2 ക്യാമറയും അടിപൊളി ക്യാമറ തന്നെയാണ്. ഞാൻ 1080p 60 FPS വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതൊക്കെ നല്ല വീഡിയോസ്, ഒരു പ്രശ്നമില്ല. പിന്നെ 4K ആയിട്ട് 60 FPS എടുത്തിട്ടുണ്ട്. രണ്ടിനും 4Kയിലും ഉണ്ട് OIS, 1080pയിലും ഉണ്ട് OIS. പിന്നെ കുറച്ച് അൾട്രാ വൈഡ് ഫോട്ടോസും കാണിച്ചാൽ അൾട്രാ വൈഡ് ഫോട്ടോസൊക്കെ നല്ലതാണ്. അൾട്രാ വൈഡ് 8 MP ഉള്ളൂ, കുഴപ്പമില്ല. 20,000 അണ്ടർ വരുന്ന ഫോണല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് 8 MP അൾട്രാ വൈഡ് ഉള്ളൂ. പിന്നെ 10x സൂം, 10x സൂമുകൾ അത് അവർ കുറച്ച് കൂട്ടായിരുന്നു. 30x എങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കായിരുന്നു. ടെലിഫോട്ടോ ക്യാമറ ഒന്നും ഇല്ല, 2 ക്യാമറ ഉള്ളൂ. പക്ഷെ എന്നാലും അവർക്ക് 30x കൊടുക്കായിരുന്നു, ഒരു ഒപ്റ്റിക്കൽ സൂം. പക്ഷേ 10x ഉള്ളൂ, കുഴപ്പമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ 10xൽ ഇങ്ങനത്തെ ഫോണൊക്കെ എടുത്ത് ഏത് ക്വാളിറ്റി ഉണ്ടാവും. അത്ര നിങ്ങൾ സാംസങ്ങിൻ്റെ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ഒപ്റ്റിക്കൽ സൂമൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്കറിയാം 2x വരെ ഒപ്റ്റിക്കൽ സൂം ലഭിക്കുള്ളൂ. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇതുണ്ടായിരുന്നു, നമ്മളെ ആദ്യം ഫോക്കസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്താ അറിയില്ല, ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കും, ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ അവർ ബഗ്ഗിൽ ഫിക്സ് ആക്കുമായിരിക്കും. ഫോക്കസ് ചെയ്യാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്, കാരണം ഞാൻ കുറേ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തത് ഫോക്കസ് ആവുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ സെൽഫി ക്യാമറയും നൈസാണ്, 4K റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് സെൽഫി ക്യാമറയിലും. അതിൻ്റെ സാമ്പിൾസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ സെൽഫി ഫോട്ടോയും നല്ല ഫോട്ടോ തന്നെയാണ്, കാരണം 32 MP ആയതുകൊണ്ട് എല്ലാം നല്ല ഫോട്ടോ തന്നെയാണ്. 4K എടുക്കാൻ പറ്റും, അതാണ് വലിയ സംഭവം. റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഫോട്ടോ അല്ല വീഡിയോ 4K 30-60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും, അത് വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാവർക്കും കയറി സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ സൗണ്ട് ഇപ്പം കേൾപ്പിച്ചു തരാം. Close till I get up, time is barely on our side.
storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. നിങ്ങൾ സൗണ്ട് ക്വാളിറ്റി കേട്ടല്ലോ, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിന് ലഭിക്കുന്നത്. സൗണ്ടിനൊന്നും ഒരു പ്രശ്നമില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണിച്ചു തരാം. ഓക്കെ, ഇച്ചിരി ഡിലേ ഉണ്ട്, അത്ര ഫാസ്റ്റ് അല്ല. ഇവിടെ കാണിച്ചു തരാം. അതപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫാസ്റ്റ് തന്നെയാണ്. അടുത്ത നമ്മൾ ഫേസ് അൺലോക്ക് ആണ് ഗായ്സ്. അപ്പോൾ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് അതിനൊരു ബഗ്ഗുണ്ട്. ഫേസ് അൺലോക്ക് ഞാൻ ചെയ്യുമ്പം ചില സമയത്ത് ഇത് മര്യാദയ്ക്ക് വർക്കാവുന്നില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം വർക്കായി. ചില സമയത്ത് ഇതിനൊരു ഡിലേ, ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യൂല. അതാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ബഗ് എന്ന് വെച്ചാൽ ആദ്യം യൂട്യൂബും ഇതൊക്കെ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് ക്രാഷ് ഔട്ടായി. പിന്നെ മറ്റേ ഫോക്കസ് ആവുന്നൊരു ബഗ് ഫിക്സ് ആയി. പിന്നെ ഫേസ് അൺലോക്കിൻ്റെ, പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ആമുലെറ്റ് ഇതിൻ്റെ അകത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ വെരി ബാഡാണ്. സെറ്റിങ്സ് പോയി എവിടെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ വേറൊരു തേർഡ് പാർട്ടി ആപ്പ് വെച്ച് ആക്കിയതാണ്. നല്ല തന്നെയാണ്, പക്ഷേ അവർ ഇൻബിൽഡ് അവർ കൊടുക്കേണ്ടതാണ് ഈ ഫീച്ചേഴ്സൊക്കെ. അടുത്ത നമ്മൾ ചാർജിങ് നോക്കുകയാണെങ്കിൽ നല്ല ബാറ്ററിയാണ്. 5500 mAh ബാറ്ററി, 30 watt ബാറ്ററി. ഓക്കെ, നല്ല കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. അത്യാവശ്യം ചാർജൊക്കെ ആവും. നമ്മളിപ്പോഴത്തെ ഭയങ്കര സ്പീഡൊന്നും പ്രതീക്ഷിക്കണ്ട, ഇപ്പോഴത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ. പക്ഷെ നല്ല അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. അപ്പം പറയുകയാണെങ്കിൽ നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഞാൻ പിന്നെ അത്ര ബാറ്ററി ഭയങ്കര യൂസും ചെയ്യിച്ചൊന്നുമില്ല. ഞാൻ കുറച്ച് കാര്യം കുറച്ച് കാര്യം ടെസ്റ്റ് ചെയ്തൊക്കെ കുറച്ച് ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അത്ര ചെയ്യിച്ചു. രണ്ട് വലുതായി അതിൻ്റെ അകത്തൊന്നും ചെയ്യിച്ചില്ല. ജസ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു, വേറെ ഒന്നും ഞാൻ ചെയ്യിച്ചില്ല. അപ്പോൾ ഫോൺ പറയുകയാണെങ്കിൽ നല്ല ഫോണാണ്. പെർഫോമൻസ് കുഴപ്പമില്ല. ഞാൻ പെർഫോമൻസിന് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. ക്യാമറ അടിപൊളിയാണ്. ക്യാമറ ബെസ്റ്റാണ്. 5 out of 5 കൊടുക്കണം. എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഫേസ് അൺലോക്കിൻ്റെ ബഗ്ഗൊക്കെ ഒന്ന് ഫിക്സ് ആക്കിയാൽ മതി. പിന്നെ ബാക്ക് ബിൽഡ് ആൻഡ് ഡിസൈൻ അടിപൊളിയാണ്. പിന്നെ IP റേറ്റിംഗ് എല്ലാം ഉണ്ട്. IP തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു 68. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ബാക്കിയെല്ലാം കുഴപ്പമില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും ഡിസ്പ്ലേ എല്ലാം നല്ല തന്നെയാണ്. അവർ മോട്ടോറോളേൻ്റെ ബഗ്സും പിന്നെ ബ്ലോട്ട് വേസ് എടുത്താൽ ഞാൻ ദിസ് ഈസ് ദ പെർഫെക്റ്റ് ഫോൺ. ബിക്കോസ് പെർഫെക്റ്റ് ഫോൺ അല്ല, അങ്ങനെയല്ല, under 20K ഏറ്റവും ബെസ്റ്റ് ഫോൺ, വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. ബിക്കോസ് ബാക്കി എല്ലാ കാര്യം ഇതൊക്കെ നല്ല രസമാണ്. എന്താ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേർവ് ഡിസ്പ്ലേ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ രസമാണ്. കാരണം ബെസൽസ് തീരില്ലാത്തതുകൊണ്ട് നല്ല രസമാണിത്, സ്മൂത്താണ്. അപ്പോൾ അത് റെക്കമെൻഡ് ഗൈസ്. കുറച്ച് ബ്ലോട്ട് വേഴ്സും ബഗ്സൊക്കെ ഉണ്ടാകും, അതവർ ഫിക്സ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഹോപ്പ്. കാരണം അവർ അപ്ഡേറ്റ്സ് അത്ര തരാറില്ല. അതപ്പോൾ ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാൻ ഫുൾ റിവ്യൂ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. പീസ്, ബൈ.